ഹലോ. രാവിലെ ഞങ്ങൾ 3 പേരും കൂടെ ടാറ്റ പോവാൻ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം, പിന്നെ റോയിച്ചൻ്റെ അപ്പച്ചിയുടെ വീട്ടിലും പോകണം. അപ്പം പോകുന്ന വഴി കരുനാഗപ്പള്ളി, ഓച്ചിറ, അഴീക്കൽ അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് ടാങ്കൊക്കെ ഫുള്ളാക്കി സെറ്റാക്കി. അത് കഴിഞ്ഞ് ആദ്യം പോയത് കരുനാഗപ്പള്ളി വഴിയാണല്ലോ പോകുന്നത്. അപ്പം കുറ്റിവട്ടത്ത് റോയിച്ചൻ്റെ അപ്പച്ചിയുടെ വീടുണ്ട്, ഗീതാൻ്റിയുടെ വീട്. ഗീതാൻ്റി ഇപ്പം ഇല്ല, മരിച്ചു പോയി. 6 വർഷമായി ഇപ്പോൾ. അപ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ വീട്ടിൽ കയറുന്നതിന് മുന്നേ പള്ളിയിൽ പോയി കല്ലറയിൽ പോയി ആൻറ്റിയുടെ അടുത്ത് പോയിട്ടേ വീട്ടിൽ പോവും. അപ്പോൾ പള്ളിയിലാണെങ്കിൽ പെരുന്നാളായതുകൊണ്ട് അവിടെ എല്ലാം അലങ്കരിച്ചിട്ടേക്കുവാണ്. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ കായലാണ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് ഗീതാൻ്റിയുടെ കല്ലറയിലോട്ട് പോയി. ഗീതാൻ്റി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയ്ക്കും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളെ കല്യാണം നടക്കാൻ ഗീതാൻ്റിയാണ് ഒരു മെയിൻ കാരണം. ഞങ്ങൾക്ക് വേണ്ടി അത്രയും സ്നേഹത്തോടെ പ്രാർത്ഥിച്ചും ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങളെ കല്യാണം കാണാൻ പറ്റിയില്ല. കല്യാണത്തിന് 1 മാസം മുന്നേ ഗീതാൻ്റി ഞങ്ങളെ വിട്ടുപോയി. എന്നും ഗീതാൻ്റി ഞങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. എപ്പോഴും അത്രയും സ്നേഹത്തോടെയാണ് എല്ലാവരും ഗീതാൻ്റിയെ ഓർക്കുന്നത്. എല്ലാ മനുഷ്യരും അത്ര സ്നേഹമുള്ള ആളായിരുന്നു. അപ്പോൾ ഗീതാൻ്റിയുടെ കല്ലറയിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മളിതാ കായൽ കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ആദ്യം അങ്ങോട്ട് നടന്നു. അപ്പോൾ ഋതു ഇതാ പിറകെ വെച്ച് പിടിച്ച് വരുന്നുണ്ട്. നോക്കി ഒരു കുഞ്ഞു പെണ്ണ് വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു പെണ്ണിനെ അവിടെയൊക്കെ കാണിച്ചിട്ട് പിന്നെ അതാ വീട്ടിലോട്ട് ചെന്നപ്പം അഖിൽ ഇറങ്ങി വന്നു. വീട്ടിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം വേറെ ആൻ്റണിയെങ്കിലും ഒന്നും ഇല്ല. അത് കാരണം അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നെ അവനോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഓച്ചിറ എത്തുന്നതിന് മുന്നേ ഒരു കടയിൽ കയറി സാധനമൊക്കെ വാങ്ങി ജ്യൂസൊക്കെ കുടിച്ച് അത് കഴിഞ്ഞതാ ഞാനും ഋതുവും കൂടെ കുറച്ച് നേരം ഉറങ്ങിപ്പോയി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച്. അപ്പോൾ റോയിച്ചൻ വിളിച്ചിട്ട് കൊണ്ടതാ ഓച്ചിറ അമ്പലം എത്തിയെന്ന്. അങ്ങനെ ഞാൻ വേഗം എണീച്ച്. ഞങ്ങൾ എപ്പോഴും ഇവിടെ ഓച്ചിറ അമ്പലത്തിൽ വരുന്നതാണ്, അത്ര എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇതാ അഞ്ജലിയും മോനും അപ്പുറത്തെ വീട്ടിലൊരു മോളും കൂടെ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഋതുവും കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവളെ മോൻ്റെ പേര് ഋത്തിക്ക്, എൻ്റെ മോളെ പേര് ഋതിക. 2 ഋതുകളും കൂടെ ചേട്ടനും അനിയത്തിയാണ്. മോന് എൻ്റെ മോളെക്കാളും 1 വയസ്സ് മൂത്തയാണ്. അങ്ങനെ ഞങ്ങളത് വീട്ടിലോട്ടൊക്കെ കയറി. അഞ്ജലി ഞാനും എന്ന് വെച്ചാൽ 2017 ആദ്യമായിട്ട് കാണുന്നതും ഫ്രണ്ട്സ് ആവുന്നതും എല്ലാം. അപ്പോൾ നമ്മളെ ചേട്ടൻ വന്നിട്ടുണ്ട്, അഞ്ജലിയുടെ ഹസ്ബൻഡ്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ ചേട്ടൻ വന്ന്. പിന്നെ നമ്മൾ അകത്തേറിയതാ അവിടെ എല്ലാം പിള്ളേരെല്ലാം കൂടെ അവിടെ കുത്തിയിരുന്ന് കളിയായി. ചേട്ടനും അനിയത്തിയും കൂടെ അതാ സൈക്കിള് തൊട്ടൊക്കെ ആയി ബഹളമായിരുന്നു അവിടെ കിടന്ന്. പിന്നെ ഞാനും അഞ്ജലിയും കൂടെ എന്തുവാ പറയുന്നത്, ഞങ്ങളെ പഴയ കാര്യങ്ങളൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു. പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇതാ അവൾ പയറ് തോരൻ, പുളിശ്ശേരിയും പിന്നെ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ കറിയായിരുന്നേ. പിന്നെ പാരമീനാന്ന് തോന്നുന്നു, പാരമീൻ പൊരിച്ച് വെച്ചത് എല്ലാം. അങ്ങനെ ഞാൻ എല്ലാം തുറന്ന് നോക്കി പോയി. അപ്പോൾ അവൾ പറഞ്ഞു, എടി പിള്ളേർക്ക് പപ്പടവും കൂടെ വറുക്കാം. അങ്ങനെ അവൾ വേഗം പപ്പടം വറുത്തപ്പോൾ ഞങ്ങളെ പഴയ ചില കോമഡികൾ ഞങ്ങൾ പറഞ്ഞ് അവിടെ ഇത് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതാ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. എനിക്ക് ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടമായത്, നല്ലതായിരുന്നു. അത് ഇനി പിള്ളേർ ഇരിക്കത്തില്ല അകത്ത്. അങ്ങനെ അവിടെ വെളിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 2 ഋതുകളും കൂടെ ചെറുതായിട്ട് അടി കൂടി. അങ്ങനെ അഞ്ജലി പോയി അവളെ എടുത്തു വെച്ച് സമാധാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ അപ്പം മറ്റേ ഋതുവിന് കുശുമ്പ് വന്ന്. അങ്ങനെ എന്താ പിന്നെ ചേട്ടൻ കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ചായയും പരിപ്പുവടയും ഉള്ളിവടയൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഇച്ചിരി നുണയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജലജ ചേച്ചി കിടന്ന് വിളിക്കുമോ, എന്തോ അഞ്ജലിയുടെ വീട്ടിൽ തന്നെ ഇരിക്കുവാണോ, ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് പറഞ്ഞ് ജലജ ചേച്ചി കിടന്ന് വിളിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ശരി ചായ കുടിച്ചിട്ട് വേഗം റെഡിയാവാം. അങ്ങനെ എല്ലാവരും ചായ കുടിച്ച് വേഗം റെഡിയായി ഇറങ്ങി. ജലജ ചേച്ചിയുടെ വീട്ടിൽ പോയി ഇറങ്ങുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഋതുവിനെ ഞാൻ അവിടെ വെച്ചൊന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ മാറി. കാരണം മണ്ണി കിടന്ന് കളിയല്ലായിരുന്നു, അവിടെ കിടന്ന് കളിയാണ്. അപ്പോൾ അഞ്ജലിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചക്ക പിടിച്ചിപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചക്ക വിളഞ്ഞ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ വിളഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴയ ഓർമ്മ പുതുക്കി. ഞങ്ങൾ ഇതേപോലെ ആയിരുന്നേ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ തൂക്കി ആ ഓർമ്മ പുതുക്കിയതാണ് കേട്ടോ. പിന്നെ വണ്ടി കയറിയ ഉടനെ ഋതു ഇതാ വെള്ളം കുടി തുടങ്ങി. അവനും ഉറങ്ങാനുള്ള 2 പേരും ഉറങ്ങാനുള്ള ഇതായിരുന്നു. അങ്ങനെ 2 പേരെയും കൂടെ ഞങ്ങൾ 2ഉം കൂടെ തോളത്തിട്ട് ഉറക്കി.
എന്നിട്ട് ഞങ്ങളിത് അഴീക്ക് ബീച്ചിൽ ആ സൈഡ് കയറിയ ചേച്ചിയുടെ വീട്ടിലോട്ട് പോണ വഴിയാണിതെല്ലാം. എന്ത് രസമാണ് കാണാൻ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. അപ്പോൾ ഞങ്ങളിത് ആ ഫൈനലി ചേച്ചിയുടെ വീട്ടിലെത്തി. റോഡ് സൈഡിൽ തന്നെയാണ്, അതായത് റോഡിൻ്റെ അപ്പുറം ബീച്ചാണ്. ചേച്ചി പണ്ട് സുനാമി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചേച്ചി ഇതാ ഞങ്ങളെയും കാത്ത് വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഓടിച്ചെന്ന് എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിച്ച് പരാതിപ്പെടുവാണ്. എന്നിട്ട് ചേട്ടനോട് അപ്പുറം ഇടാൻ പറ്റൂല, ഇവിടെ ഇടാൻ വണ്ടിയെന്നും പറഞ്ഞ് അങ്ങനെ അവരെ വീട്ടിൻ്റെ അവിടോട്ട് വണ്ടി കയറും കേട്ടോ. അപ്പം ഞങ്ങൾ കണ്ടുടനെ തന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷം പുതുക്കുവാണ്. അതായത് ഫൈനലി എത്തി, ചേച്ചിയുടെ വീട്ടിലെത്തി എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എന്താ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കൾ തന്നെ ചുറ്റിനും അവരുടെ വീടിൻ്റെ ചുറ്റിനും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും പരിചയപ്പെട്ടു. അപ്പം വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ ദാ ഒരു സുന്ദരി ഇരിക്കുന്നു. ചേച്ചി ചെറുപ്പത്തിൽ ഒരു ക്യൂട്ടി ഫൈ തന്നെ കേട്ടോ. എന്ത് രസമാണ് കാണാനായിട്ട്. അങ്ങനെ ചേച്ചിയുടെ മക്കളാണ് രണ്ടുപേരും കൂടെ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. പിന്നെ അതാ കഴിക്കാൻ അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് കുറേ കഴിച്ചു. ഇതും കൂടെ കണ്ടപ്പോൾ ഓക്കെ ബോധം പോയി. പപ്സും ഉണ്ണിയപ്പവും കേക്കും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിൽ നിന്നും എല്ലാവരും കുറേശ്ശെയൊക്കെ എടുത്തു. അങ്ങനെ ചിയേഴ്സൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു. അപ്പോഴത്തേക്ക് ഋതു ഉറങ്ങിയായിരുന്നല്ലോ. അങ്ങനെ ഋതു എണീച്ചപ്പോഴത്തേക്ക് പിന്നെ മോള് പോയി എടുത്തുകൊണ്ട് വന്ന്. അങ്ങനെ അവളും വിശക്കുന്നു, ഞാൻ വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് കേക്കൊക്കെ തിന്ന് ഇങ്ങനെ കണ്ടോ, മുടിയൊക്കെ കണ്ടോ, ഫുള്ള് അലങ്കോലമായി. ഉറക്കം എണീച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. എന്നിട്ട് ഞങ്ങൾ പിന്നെ അതാ വെളിയിലിറങ്ങി. എനിക്കിഷ്ടമായി ഇവരെ വീട്ടിൻ്റെ അവിടെയൊക്കെ, എന്ത് രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ശരി ബീച്ചിലോട്ട് പോവാം, ബീച്ചിൽ കളിക്കാൻ പോകാമെന്നും പറഞ്ഞു എല്ലാവരും കൂടെ വാലേ വെച്ച് പിടിച്ച്. അപ്പോൾ സൺസെറ്റ് ആയായിരുന്നു കേട്ടോ, സൺസെറ്റ് ആവാൻ പോകുന്നു, അങ്ങനെ ടൈമായിരുന്നു. അപ്പോൾ ഇത് അഴീക്കൽ ബീച്ച്, അതായത് മെയിൻ ബീച്ച് അങ്ങ് അവിടെ കാണുന്നുണ്ട് ഒരു പാലം, അവിടെയാണ് മെയിൻ ബീച്ച്, ഇത് സൈഡ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കുറേ നേരം കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കങ്ങ് എന്തോ പറയുന്ന സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ എന്നുള്ള പോലെ ആയിരുന്നു വെള്ളം കണ്ടപ്പോൾ. അപ്പോൾ ഋതുമോനും എല്ലാം കൂടെ അവിടെ കിടന്ന് വെള്ളത്തിൽ കളി. പിന്നെ ഒരു കൊച്ചു മോള് നിൽക്കുന്നുണ്ടല്ലോ, അവളെ പേര് ഋതിക എന്നാണ്. ഇന്ന് മൊത്തത്തിൽ ഒരു ഋതുക്കളിയായിരുന്നു. അങ്ങനെ എല്ലാ ഋതുക്കളെയും കൊണ്ട് അവിടെ പോയിരുന്ന് കളിച്ച്. അപ്പോൾ അഞ്ജലിയുടെ മോനാണെങ്കിൽ ഉടുപ്പെല്ലാം ഊരിയിട്ടിട്ട് കളിക്കുക. അപ്പം അവൻ്റെ പ്രൈവറ്റ് പാർട്സ് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കൈ വെച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഋതുവിനാണെങ്കിൽ കുറേ കഴിഞ്ഞപ്പോൾ ചിന്നു തണുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മണ്ടേ കയറി ഇരിപ്പായി. അപ്പോൾ റോയ്ച്ചനും ചേച്ചിയും കൂടെ വെള്ളത്തിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് സൈഡിൽ മാറിപ്പോണ്ടായിരുന്നു. ഞാനും ഋതു എന്തായാലും സന്തോഷമായിട്ട് ഒത്തിരി നേരം വെള്ളത്തിലൊക്കെ കളിച്ച് എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്ന്. അപ്പോൾ ഋതുവും കൂടെ എന്തോ കസേരയുടെ കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ കരച്ചിലായി. അയ്യോ കരയിൽ നോക്കി രണ്ടും കൂടെ അവിടെ കരച്ചിലും ബഹളമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ കണ്ടതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചുമ്മാ എടുത്തു. ചേച്ചിയായിട്ട് ഞങ്ങൾ ആക്ച്വലി ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പം 1 വർഷം ആയേ ഉള്ളൂ. ഞങ്ങളെ മറ്റേ ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലേ, അവിടെ വെച്ചാണ് ഞാൻ ചേച്ചീനെ ആദ്യമായിട്ട് കാണുന്നത്. അഞ്ജലിനെ പക്ഷേ 2017 തൊട്ട് എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ പിന്നെ ചേച്ചി ഈ സുനാമി നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പിന്നെ ഏറ്റവും അവസാനം സന്ധ്യയായി, 7 മണിയായി. അങ്ങനെ പോവാൻ സമയമായി, ചെറിയ വിഷമം വന്നു. അപ്പം വീണ്ടും കാണാമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ യാത്രയൊക്കെ പറഞ്ഞു, ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്നു. ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര എനിക്കെന്ത് പറയുന്നത്, എൻ്റെ ഒരു മൂത്ത ചേച്ചി തന്നെയാണ്, അതേപോലത്തെ ഒരു സ്നേഹമാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ അഞ്ജലീനെ അവളെ വീട്ടിൽ കൊണ്ടാക്കണം. കാരണം അവർ രണ്ടും മാത്രമേ വന്നുള്ളൂ. ചേട്ടന് കടയുണ്ട്, അപ്പം ഈ ടയറിൻ്റെ കടയാണ് ചേട്ടന്. അപ്പോൾ അത് കാരണം ചേട്ടൻ വന്നില്ല. അങ്ങനെ അവിടെ കൊണ്ടാക്കിയപ്പോൾ നമ്മൾ ഋതുമോനാണെങ്കിൽ കരയുക, പോണ്ട ആൻറ്റി പോണ്ട, ഋതുവാവ പോണ്ടെന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല. അപ്പോൾ അഞ്ജലി പറഞ്ഞു മോനെ അമ്മക്ക് ഇനി പോവാന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു.
അങ്ങനെ ഇന്നത്തെ ദിവസം ദാ ഇവിടെ അവസാനിച്ചു. ഒത്തിരി സന്തോഷം കേട്ടോ, അത്ര നല്ല ദിവസമായിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ.